വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനം നിപ ജാഗ്രതയിൽ. നിപ സമ്പർക്ക പട്ടികയിൽ ആകെ 425 പേരുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറത്ത് ചികിത്സയിലുള്ള 5 പേർ ICUവിലാണ്. നിപ സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ പനി സർവൈലൻസ് നടത്താൻ ഇന്ന് ചേർന്ന ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം നിർദ്ദേശം നൽകി. ഇടയ്ക്കിടെ സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതയോടൊപ്പം ഉറവിടം കണ്ടെത്താനുള്ള ശ്രമവും ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. മലപ്പുറത്ത് 228 പേരും പാലക്കാട് 110 പേരും കോഴിക്കോട് 87 പേരുമാണ് നിപ സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 12 പേർ ചികിത്സയിലുണ്ട്, 5 പേർ ICUവിലാണ്. ചികിത്സയിലുള്ള ഒരാളുടെ ഫലം നെഗറ്റീവായിട്ടുണ്ട്. പട്ടികയിലുള്ള പാലക്കാട്ടെ 61 പേരും കോഴിക്കോട് 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. നിപ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. മലപ്പുറത്തെ മക്കരപ്പറമ്പ്, കുറുവ, കൂട്ടിലങ്ങാടി, മങ്കട തുടങ്ങിയ പഞ്ചായത്തുകളിലെ 20 വാർഡുകളിൽ ആരോഗ്യ സംഘം പനി സർവൈലൻസ് നടത്തി. ഈ സർവേയിൽ നിലവിൽ രോഗലക്ഷണങ്ങളുള്ള ആരെയും കണ്ടെത്തിയിട്ടില്ല. 24 മലപ്പുറം. നിപ സമ്പർക്ക പട്ടികയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 228 പേരാണ് അവിടെ ഉള്ളത്. ചികിത്സയിലുള്ള 5 പേർ ICUവിൽ ആണ് കഴിയുന്നത്. വിവരങ്ങൾ വിപിൻ സി വിജയൻ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, എന്താണ് മലപ്പുറത്തെ ഇപ്പോഴത്തെ സാഹചര്യം? എത്രത്തോളം ജാഗ്രത ആ മേഖലകളിലുണ്ട്? ഈ ICUവിലൊക്കെ ഉള്ളവരുടെ ആരോഗ്യനില എങ്ങനെ? ഇതിൽ മറ്റാർക്കും പുതുതായി നിപ സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ അവിടെ, അല്ലേ? അതെ, പുതുതായി ആർക്കും വിജയകുമാർ ഇതുവരെ നിപ സ്ഥിരീകരിച്ചിട്ടില്ല. 5 പേരാണ് ICUവിലുള്ളത്. ഇവരുടെ നിലയൊന്നും അതീവ ഗുരുതരം എന്ന് പറയാവുന്ന ഒരു നിലയിലല്ല. പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ച് ഇടയ്ക്കിടെ നിപ വരുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഒരു 2 മാസം പോലും ആയിട്ടില്ല ഒരു 42 വയസ്സുള്ള ഒരു സ്ത്രീക്ക് നിപ ബാധിച്ച് അവർ ചികിത്സയിലായിരുന്നു. പക്ഷേ അവർക്ക് രോഗം ഭേദമായി. എങ്കിൽ കൂടി അവർക്ക് എവിടെ നിന്ന് നിപ വന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉറവിടം കണ്ടെത്താൻ ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് 3ാമത്തെ തവണയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം നിപ വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. നമ്മൾ വവ്വാലുകളിൽ നിന്ന് പടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. പക്ഷേ അതിലും കുറച്ചുകൂടി ഒരു കൃത്യത അക്കാര്യങ്ങളിലും വരാനുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മലപ്പുറത്തും ഒപ്പം തന്നെ പാലക്കാടും നിപ വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ സമ്പർക്ക പട്ടിക വളരെ വലുതാക്കുക, പരമാവധി ആളുകളെ ഈ ഒരു പനി വരുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ആകെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൂട്ടം കൂടുന്നതൊക്കെ ഒഴിവാക്കണമെന്നുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ട് ആ പ്രത്യേക സ്ഥലങ്ങൾ മാത്രം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ മങ്കട, കുറുവ പോലുള്ള പ്രദേശങ്ങൾ മാത്രം കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് ഇത് പടരാതിരിക്കുക എന്നതിനെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ശ്രദ്ധ കൊടുക്കുന്നത്. എങ്കിൽ പോലും ജില്ലയിൽ ഇങ്ങനെ നിപ വരുന്നതിനെ സംബന്ധിച്ചൊരു ആശങ്ക അത് ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പെരിന്തൽമണ്ണ ആശുപത്രിയിലാണ് ഈ 39 വയസ്സുകാരി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നത്. വിജയകുമാർ. യെസ്, രോഗലക്ഷണങ്ങളോടെ 12 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ 5 പേർ ICUവിലാണ്. അതിൽ മറ്റ് ആർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന വിവരം കൂടിയുണ്ട്. വിശദമായ പരിശോധന അതുപോലെ സർവൈലൻസ് ഒക്കെ തുടരുകയാണ്. ജാഗ്രതയോടെ നേരിടുക എന്നതാണ് ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ 3 ജില്ലകളിൽ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത്. രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കണ്ടെത്താനും അവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കാനും ഒക്കെയുള്ള ക്രമീകരണങ്ങൾ വിവിധ ജില്ലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഇപ്പോൾ ഒരു വിവരം വരുന്നത് അതിരപ്പള്ളിയിൽ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയെ അതിരപ്പള്ളി മാറുന്നുണ്ട്. അവിടെ പിള്ളപ്പാറയിൽ വെച്ചായിരുന്നു കാട്ടാന ആക്രമണം. ബൈക്കിൽ വരികയായിരുന്നു ഷിജു എന്നയാളെയാണ് ഈ കാട്ടാന ആക്രമിച്ചത്. ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ഗുരുതരമാണ് പരിക്ക് എന്നതടക്കം നമുക്ക് പിന്നീട് വിശദമായി തന്നെ പരിശോധിക്കാം. ഇപ്പോൾ വരുന്ന വിവരമാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഈ ഷിജുവിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാന ആക്രമണമാണ്. ബൈക്കിൽ വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ആന ആക്രമിച്ചത്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ 90ാം വാർഷികാഘോഷത്തിന്റെ നിറവിലാണ് ഹിമാചൽ പ്രദേശിലെ ധരംശാല. നാളെയാണ് ദലൈലാമയുടെ 90ാം ജന്മദിനം. നാളെ നടക്കുന്ന പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികൾ ധരംശാലയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ ധരംശാലയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, ഇപ്പോൾ ദലൈലാമയുടെ 90ാം ജന്മദിനാഘോഷം എന്നതിനപ്പുറത്തേക്ക് ഉള്ള രാഷ്ട്രീയ നയതന്ത്ര പ്രാധാന്യം ഈ ചടങ്ങിനുണ്ട്. അദ്ദേഹം
പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്നൊരു ഊഹാപോഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് നിഷേധിച്ചു. അതിപ്പോഴുണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പിൻഗാമി ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അത് ചൈന പറയുന്നു, ചൈന അത് തീരുമാനിക്കും എന്ന് പറയുന്നു. അപ്പോൾ കിരൺ റിജിജു കേന്ദ്രമന്ത്രി പറയുന്നു അത് തീരുമാനിക്കുക ദലൈലാമ തന്നെയാണ് എന്ന്. അതിനെ ചൊല്ലി ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം കുറച്ച് വഷളാകുന്ന ദിവസങ്ങൾ നമ്മൾ കണ്ടു. 2 കേന്ദ്രമന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതൊരു രാഷ്ട്രീയ നയതന്ത്ര വിഷയം കൂടിയായി മാറുന്നുണ്ട്. എന്താണ് ധരംശാലയിലെ കാഴ്ചകൾ, അവിടുത്തെ വിവരങ്ങൾ? വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് ധരംശാലയിലെ മക്ലിയോട്ട് ഗഞ്ചിലുള്ള ദലൈലാമ ക്ഷേത്രത്തിന് മുന്നിലാണ്. ആ ക്ഷേത്രത്തിലുള്ള പ്രവേശന കവാടം ആണ് ഈ ദൃശ്യങ്ങളിൽ നാം ഇപ്പോൾ കാണുന്നത്. ഇവിടെ വലിയ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. നാളെയാണ് ദലൈലാമയുടെ 90ാം ജന്മദിന ആഘോഷം നടക്കുന്നത്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ഇവിടെ എത്തുന്നത് ഏത് ഘട്ടത്തിലും ഈ മേഖലയിൽ ഒരു ആഘോഷമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ 90ാം ജന്മദിനം എന്നുള്ളത് വലിയ ആഘോഷ പരിപാടികളാണ് 90ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അലങ്കരിച്ച കമാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ കമാനത്തിന് മുകളിൽ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്ത് കാണാൻ കഴിയും. അവിടെ വർണ്ണ വിളക്കുകൾ ഒരുക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ ആഘോഷമാണ് നടന്നത്. ടിബറ്റൻ കലണ്ടർ അനുസരിച്ച് അദ്ദേഹത്തിന്റെ പിറന്നാൾ ഇന്നാണ്. ടിബറ്റൻ കലണ്ടറിലെ 5ാം മാസത്തിലെ 5ാം ദിനം ആണ് അദ്ദേഹത്തിന്റെ പിറന്നാളായി കണക്കാക്കുന്നത്. എന്നാൽ ജൂലൈ 6-നാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം, ഔദ്യോഗിക ജന്മദിനം. അതുമായി ബന്ധപ്പെട്ടാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് ഈ പൊതു ആഘോഷ ചടങ്ങുകൾ നടക്കുക. പൊതുജനങ്ങളെ ദലൈലാമ അഭിസംബോധന ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതേസമയം വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ നയതന്ത്ര രാഷ്ട്രീയ പ്രാധാന്യം അദ്ദേഹത്തിന്റെ ഈ 90ാം ജന്മദിനത്തോടനുബന്ധിച്ചുണ്ട്. ഈ ജന്മദിനത്തിൽ അദ്ദേഹം തന്റെ അനുയായിയെ പ്രഖ്യാപിക്കും, പിൻഗാമിയെ പ്രഖ്യാപിക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് അദ്ദേഹം തന്നെയാണ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ തീരുമാനം പ്രഖ്യാപിച്ചത്. 2011 എടുത്ത തീരുമാനമായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. പിൻഗാമിയെ ഈ പരമ്പരാഗത രീതി അനുസരിച്ച് തന്നെയായിരിക്കും തെരഞ്ഞെടുക്കുക എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. തുടർന്ന് അതോടൊപ്പം തന്നെ ചൈന ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം എന്നുള്ളത് ചൈനയെ സർക്കാരിന്റെ അംഗീകാരത്തോടെ മാത്രമേ ദലൈലാമയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ കഴിയൂ എന്നുള്ളതായിരുന്നു. അത് നിഷേധിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ടിബറ്റൻ ബുദ്ധമതത്തിലെ പരമ്പരാഗത രീതിയിൽ തന്നെ ആയിരിക്കുമെന്നും ഒരു ശക്തിക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനെ പൂർണ്ണമായും ഇന്ത്യ പിന്തുണച്ചു. എന്നാൽ ചൈന ആ നിലപാട് ആവർത്തിക്കുകയാണ്. നിലവിലിപ്പോൾ അദ്ദേഹം ഈ പ്രഖ്യാപനം നാളെ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ വ്യക്തതയായിരിക്കുന്നു. എന്നാൽ ടിബറ്റൻ ബുദ്ധമതത്തിലെ പരമ്പരാഗത രീതി അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമായിരിക്കും അടുത്ത ദലൈലാമയെ തിരഞ്ഞെടുക്കൽ എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. എങ്കിൽ പോലും ചൈന ഇന്ത്യ നയതന്ത്ര തലത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. വീണ്ടും ടിബറ്റിലെ ചൈനയുടെ അധിനിവേശം വീണ്ടും ലോക താകമാനം ചർച്ചയാകുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ കൂടി. കാരണം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾ ഈ ധരംശാലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 7000-ഓളം ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം ഉള്ളത്. എങ്കിൽ പോലും ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തു നിന്നുള്ള ബുദ്ധമത വിശ്വാസികൾ, ഒപ്പം തന്നെ മറ്റ് ബുദ്ധമത ധാരകളിൽ നിന്നുള്ള ആത്മീയ നേതാക്കൾ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് മതങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഹിന്ദു, ജൈന മതത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ടിബറ്റൻ വിഷയത്തിലുള്ള ചൈനയുടെ ഇടപെടൽ, അധിനിവേശം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിരൂക്ഷമായി വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ 90ാം ജന്മദിനം വന്നെത്തിയിരിക്കുന്നത്. വലിയ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 2 കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്നു എന്നതിൽ ഇന്ത്യയോട് ചൈനയ്ക്ക് നീരസം കാണും.
അവിടേക്ക് വിദേശകാര്യമന്ത്രി പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സമതുലിതാവസ്ഥയിൽ എത്തിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ദലൈലാമയോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ മാറ്റമില്ല, അതിൽ ടിബറ്റിനോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ മാറ്റമില്ല. ഒപ്പം ചൈനയുമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട നയതന്ത്ര ബന്ധത്തിന് ശ്രമിക്കുകയും വേണം. അത്തരമൊരു വിഷമവൃത്തത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ വിഷയത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മതപരമായ കാര്യങ്ങളിൽ അത് മതപാരമ്പര്യം അനുസരിച്ച് തന്നെയായിരിക്കും നടപടികൾ നടക്കുക. ആ വിഷയത്തിൽ ഇടപെടാനില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ചൈനയ്ക്കെതിരെ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നു. ഇത് രാഷ്ട്രീയമായി ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തിരിച്ചടി തന്നെയാണ്. എങ്കിൽ പോലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈന സന്ദർശിക്കാനിരിക്കുകയാണ്. 2020 ഡോക്ലാം സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും അത് പിന്നീട് കൃത്യമായ ചർച്ചകളിലൂടെ അത് വീണ്ടും ആ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നതിനിടെയാണ് ഈ വിഷയത്തിൽ, ടിബറ്റ് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചൈനീസ് നിലപാടുകളെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് ഇന്ത്യ വ്യക്തമാക്കുകയും ചൈന നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ അത് ആ വഴിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. അതേസമയം ടിബറ്റ് വിഷയത്തിലുള്ള ഇന്ത്യയുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നും ദലൈലാമ അടക്കം ഈ ടിബറ്റിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികൾ അവരുടെ വിശ്വാസങ്ങൾ പാലിക്കപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്, ആ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നും തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ആ നിലപാട് തന്നെയാണ് ഇന്ത്യ ആവർത്തിക്കുന്നതും. വിജയകുമാർ, നാളെയാണ് ധർമ്മശാലയിൽ ദലൈലാമയുടെ 90ാം ജന്മദിനം ആഘോഷിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബുദ്ധമത വിശ്വാസികൾ, ദലൈലാമയുടെ അനുയായികൾ അവിടേക്ക് എത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് 2 കേന്ദ്രമന്ത്രിമാർ, കിരൺ റിജിജു ഉൾപ്പെടെ 2 കേന്ദ്രമന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ കിരൺ റിജിജു നടത്തിയ ഒരു പ്രസ്താവന അത് ചൈനയെ പ്രകോപിപ്പിച്ചിരുന്നു. അതിൽ കേന്ദ്രത്തിന്റെ വിശദീകരണം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന നിലയിൽ അത് ഓൺ ചെയ്യാതെ ഇന്ന് വിദേശകാര്യ മന്ത്രാലയം അതിലൊരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് നാളത്തെ അവിടുത്തെ ചടങ്ങുകൾ എന്നതിൻ്റെയൊക്കെ സമ്പൂർണ്ണ വിവരം 24 ഉണ്ടാകും. ബൽറാം നെടുങ്ങാടി ധർമ്മശാലയിൽ നിന്ന് രാവിലെ മുതൽ ആ ചടങ്ങുകളുടെ വിശദാംശങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും. നമ്മൾ ഇനിയും ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി കടക്കുകയാണ്. സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന അധ്യാപക സംഘടനകളുടെ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഒരു തവണ കൂടി വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അക്കാദമിക് കലണ്ടറിന് അംഗീകാരം നൽകുന്നതിനോടൊപ്പം ഈ വർഷത്തെ കലോത്സവം തൃശൂർ ജില്ലയിൽ നടത്താനും തീരുമാനമായി. അധ്യാപക സംഘടനകളുമായുള്ള യോഗത്തിൽ 6ാമത്തെ അജണ്ടയായിട്ടാണ് സ്കൂൾ സമയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തത്. ലീഗ് അനുകൂല അധ്യാപക സംഘടന സ്കൂൾ സമയമാറ്റത്തെ രൂക്ഷമായി വിമർശിച്ചെങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. കോടതി നിർദ്ദേശപ്രകാരം എടുത്ത തീരുമാനമാണ്. എന്തെങ്കിലും ബദൽ നിർദ്ദേശമുണ്ടെങ്കിൽ നൽകാനും അധ്യാപകരോട് മന്ത്രി പറഞ്ഞു. അക്കാദമിക് കലണ്ടറിനും യോഗം അംഗീകാരം നൽകി. ഈ വർഷം കലോത്സവം തൃശൂർ ജില്ലയിലും കായികമേളയായ സ്കൂൾ ഒളിമ്പിക്സ് തിരുവനന്തപുരം ജില്ലയിലും ശാസ്ത്രമേള പാലക്കാട് നടക്കും. പുതുക്കിയ സ്കൂൾ ഭക്ഷണ മെനു തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പാക്കണം. കായിക അധ്യാപകരുടെ പരാതികൾ പരിഹരിക്കുമെന്നും അധ്യാപക സംഘടനകളുടെ യോഗത്തിൽ മന്ത്രി ഉറപ്പ് നൽകി. ലഹരി വ്യാപനത്തിനെതിരെ ഒന്നിച്ചുള്ള പോരാട്ടം വേണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു. 24 തിരുവനന്തപുരം. മുഹറം അവധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റില്ല. അവധി തിങ്കളാഴ്ച വേണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് MLA VT ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. മുഹറം 10 കേരളത്തിൽ തിങ്കളാഴ്ച ആണ് എന്നായിരുന്നു വാദം. എന്നാൽ ഈ ആവശ്യം സർക്കാർ തള്ളി. കലണ്ടർ പ്രകാരം ഞായറാഴ്ചയാണ് അവധി. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം നാളെ ചേരും. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായി. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതിന് മുൻപ് ഭാരതാംബ ചിത്രവിവാദം ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് ചേരണമെന്നാവശ്യപ്പെട്ട് ഇടതംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. സസ്പെൻഷന് ശേഷം താൽക്കാലിക VC സിസ തോമസിനോടും ആവശ്യം ആവർത്തിച്ചു. ഇന്നു രാവിലെ സർവകലാശാല ആസ്ഥാനത്തെത്തിയ സിസ തോമസിനെ ഇടതംഗങ്ങൾ തടഞ്ഞു. പിന്നാലെയാണ് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. നാളെ രാവിലെ 11 മണിക്ക് സർവകലാശാല ആസ്ഥാനത്ത് സിൻഡിക്കേറ്റ് യോഗം ചേരും.
വകുപ്പുകളിലെ ഫയലുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനാലാണ് VC തടഞ്ഞതെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഇന്ന് 2 ദിവസം മുമ്പ് ചുമതല ഏറ്റെടുത്ത വൈസ് ചാൻസലർ സെക്ഷനുകളിൽ കയറി ഫയലെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരള സർവകലാശാല പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു സർവകലാശാല വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് ശരിയായ രീതിയല്ല എന്ന് ഞങ്ങൾ നിലവിലുള്ള ചാർജുകാരിയായിട്ടുള്ള വൈസ് ചാൻസലറോട് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ RSS വൽക്കരണം നടപ്പിലാക്കുന്നുവെന്ന SFI ആരോപണത്തിനിടെ കണ്ണൂർ സർവകലാശാല VCയും ഗവർണറും കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ ഗസ്റ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. കണ്ണൂർ നഗരത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. കണ്ണൂർ ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 27 മരണം, 25 കുട്ടികളെ കാണാനില്ല. പ്രളയം ഞെട്ടിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് കെയർ കൗണ്ടിയിലെ ഗാഡുലൂപ്പ് നദിയിൽ ജലനിരപ്പ് ഉയർന്നതാണ് ടെക്സസിലെ മിന്നൽ പ്രളയത്തിന് ഇടയാക്കിയത്. സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്ന 20ലധികം കുട്ടികളെ കാണാതായി. കനത്ത മഴയിൽ 45 മിനിറ്റിനുള്ളിൽ ഗാഡുലൂപ്പ് നദിയിലെ ജലനിരപ്പ് 26 അടിയായി ഉയരുകയായിരുന്നു. മധ്യ ടെക്സസിലെ പല റോഡുകളും ഗതാഗതയോഗ്യമല്ല. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ടെക്സസ് ഗവർണർ ഗഡ് അബോട്ട് അറിയിച്ചു. 14 ഹെലികോപ്റ്ററുകളും 12 ഡ്രോണുകളും രക്ഷാദൌത്യത്തിന് വിനിയോഗിച്ചിട്ടുണ്ട്. 500-ലേറെ രക്ഷാപ്രവർത്തകരും സ്ഥലത്തുണ്ട്. പ്രദേശത്ത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായിരുന്നില്ല. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ടെക്സസിൽ പലയിടങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ റദ്ദാക്കി. ടെക്സസിലെ പടിഞ്ഞാറും മധ്യഭാഗത്തും വീണ്ടും പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ച് ആക്സിയം 4 ദൗത്യസംഘം. വ്യത്യസ്ത സമയങ്ങളിൽ നിലയത്തിൽ നിന്നുള്ള പുറം കാഴ്ചകളാണ് 4 പേരും ക്യാമറയിലാക്കിയത്. ആക്സിയം 4 സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയിട്ട് 10 ദിവസം പിന്നിടുകയാണ്. ദൗത്യസംഘം പരീക്ഷണം തുടരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും കേരളത്തിലെ തെരുവുകൾ സംഘർഷഭരിതം. പ്രതിപക്ഷ സംഘടനകൾ വിവിധയിടങ്ങളിൽ നടത്തിയ മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. എറണാകുളം അങ്കമാലിയിൽ മന്ത്രി VN വാസവന് നേരെ കരിങ്കൊടി കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് തലസ്ഥാന നഗരത്തെ യുദ്ധക്കളമാക്കി. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. മതിൽ ചാടിക്കടന്ന പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ വീടിന് തൊട്ടരികിൽ വരെ എത്തി. എറണാകുളം അങ്കമാലിയിൽ മന്ത്രി VN വാസവന്റെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി. പാലക്കാട് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജ്. വയനാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DMO ഓഫീസിൽ റീത്ത് വച്ചു. കണ്ണൂർ DMO ഓഫീസിലേക്കും കൊല്ലം കളക്ടറേറ്റിലേക്കും യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് BJP മാർച്ച് നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നടന്ന BJPയുടെ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. പത്തനംതിട്ടയിൽ കപ്പലും കപ്പിത്താനുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ നഗരപ്രദർശനം നടത്തി. വരും ദിവസങ്ങളിലും പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24.
അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രതിരോധ കവചം തീർക്കുകയാണ് CPIM. പ്രതിപക്ഷ സമരങ്ങളെ പരിഹസിച്ച് മന്ത്രി VN വാസവൻ രംഗത്തെത്തി. ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധിക്കുന്നവർ മരണ വ്യാപാരികളാണ് എന്നാണ് CPM മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ. പ്രതിപക്ഷ വിമർശനത്തിന് അതേ ചൂടിലാണ് CPIM-ന്റെയും മറുപടി. പ്രതിഷേധങ്ങളെ കടന്നു പരിഹസിച്ച് മന്ത്രി VN വാസവൻ രംഗത്തെത്തി. കെട്ടിടം ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോല്ലോ എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായൊന്നുമില്ല. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. അതിന് കാലകൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില ഉപകരണങ്ങൾ വരാനുള്ളതിന് മാത്രം ആണ് താമസമെന്ന്, അല്ലെങ്കിൽ നേരത്തെ തീരുമായിരുന്നു. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം കേരളത്തിലെ പ്രബുദ്ധ ജനത നിരാകരിക്കുമെന്നാണ് CPIM മുഖപത്രം ദേശാഭിമാനിയിലെ മുഖപ്രസംഗം. കെട്ടിടത്തിനടിയിൽ ആരുമില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവിടെ അടച്ചിട്ട സ്ഥലമാണ്. അത് ഒരു തരത്തിലുള്ള പ്രവൃത്തി അതിൻ്റെ അകത്ത് നടക്കുന്നില്ല. അത് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തില്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. പ്രതിപക്ഷ സമരങ്ങളെ പോലീസ് തെരുവിൽ നേരിടുമ്പോൾ വിമർശനങ്ങളെ കടുത്ത ഭാഷയിൽ ചെറുക്കാനാണ് CPIM തീരുമാനം. 24 തിരുവനന്തപുരം. കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ഉടൻ മാറ്റണമെന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനം നടപ്പായില്ല. ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റണം എന്നായിരുന്നു തീരുമാനം. മെയ് 30-നാണ് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും പങ്കെടുത്ത യോഗം നടന്നത്. ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കുന്ന രേഖ 24 ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ മരണത്തിനു കാരണം പണിതീർത്ത സർജിക്കൽ ബ്ലോക്കിന്റെ പ്രവർത്തനം തുടങ്ങാത്തതാണെന്നത് വ്യക്തമാണ്. എന്നാൽ മന്ത്രിതല യോഗത്തിൽ പെട്ടെന്നു തന്നെ പുതിയ സർജിക്കൽ വാർഡിലേക്ക് പ്രവർത്തനം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സ് കോപ്പി ഇതിനു തെളിവാണ്. മെയ് 30-ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന യോഗം ഇക്കാര്യത്തിൽ നിർണായകമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് പങ്കെടുത്ത യോഗത്തിൽ പുതിയ സർജിക്കൽ വാർഡിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റാൻ തീരുമാനിച്ചിരുന്നു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി VN വാസവനും യോഗത്തിലുണ്ടായിരുന്നു. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ ഉടൻ തന്നെ പ്രവർത്തനം പുതിയ സർജിക്കൽ വാർഡ് ബ്ലോക്കിലേക്ക് മാറ്റണമെന്നതാണ് യോഗ തീരുമാനം. ഇത് കൃത്യമായി ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് ഇതിന്റെ നടപടി സ്വീകരിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. അക്കാര്യവും മിനിറ്റ്സിലുണ്ട്. ഉദ്ഘാടനത്തിനു വേണ്ടി പുതിയ ബ്ലോക്കിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് വൈകിപ്പിച്ചു എന്ന പ്രചരണം തെറ്റാണെന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ഒപ്പം മന്ത്രിതല യോഗത്തിന്റെ തീരുമാനം മെഡിക്കൽ കോളേജിൽ നടപ്പായില്ല എന്നതും. മെഡിക്കൽ കോളേജ് അധികൃതർ എന്തുകൊണ്ട് ഈ തീരുമാനം നടപ്പിലാക്കിയില്ല എന്നതാണ് ഇപ്പോൾ നിർണായകമാകുന്നത്. ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ച അപകടത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥ വീഴ്ചയും മെല്ലപ്പോക്കുമുണ്ടെന്നത് ഇതിലൂടെ വെളിച്ചത്തെത്തുകയാണ്. പണി തീർന്നിട്ടും മെഡിക്കൽ കോളേജിന്റെ സർജിക്കൽ ബ്ലോക്കിലേക്ക് പ്രവർത്തനം മാറ്റാത്തത് ഉദ്ഘാടന മാമാങ്കത്തിനു വേണ്ടിയാണെന്നതാണ് പ്രചരണം നടക്കുന്നത്. എന്നാൽ ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സ് കോപ്പി ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ പ്രവർത്തനം പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ മന്ത്രിതലത്തിൽ തന്നെ തീരുമാനമെടുത്തതാണ്. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് നടപ്പിലാക്കിയില്ല എന്നതാണ് വസ്തുത. അപ്പോൾ മെഡിക്കൽ കോളേജിൽ വീഴ്ചയ്ക്ക് ആർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ദീപക് ധർമ്മടം, 24. സർക്കാർ നൽകിയ ഉറപ്പുകളിൽ പ്രതീക്ഷയർപ്പിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബം. നഷ്ടപരിഹാരത്തിന് പുറമെ ബിന്ദുവിന്റെ മകന് താൽക്കാലിക ജോലിയും മകളുടെ ചികിത്സയും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീം വഴി വീട് നവീകരിക്കാനുള്ള പണം നൽകുമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു കുടുംബത്തെ അറിയിച്ചു. പിന്നെ മക്കള് എന്റെ ഒരു സഹോദരനാണ്. ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി ഓപ്പറേഷൻ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ കൊടുത്തിട്ട് പോയതാണ്. 3 ആഴ്ചക്ക് മുന്നേ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി നിന്നതാണ്. ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. 2.5 സെന്റിലെ പണിതീരാത്ത വീടും ഒരുപാട് സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് ബിന്ദു പോയത്. മകന് സ്ഥിരം ജോലിയടക്കം സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി VN വാസവൻ 24-നോട് പറഞ്ഞു. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ സംസാരിച്ചു. റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അടുത്ത 11-ാം തീയതി ക്യാബിനറ്റാണ്. ആ ക്യാബിനറ്റിൽ തീരുമാനിച്ച് ഈ കാര്യത്തിൽ പറഞ്ഞതുപോലെ പിന്നെ പ്രവർത്തിക്കും, ധനസഹായം കൊടുക്കും. അടിയന്തരമായി ചെയ്യാൻ കഴിയുക മെഡിക്കൽ കോളേജ് HDSനാണ്. അതുകൊണ്ടാണ് താൽക്കാലികമായി വളരെ പെട്ടെന്ന് അവർക്ക് ആശ്വാസം. അതിനുശേഷം ഭാവിയിൽ ചെയ്യാൻ കഴിയുന്നത് ക്യാബിനറ്റ് ആലോചിച്ച് അതും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലേക്കും കടക്കും എന്നുള്ള കാര്യം പറഞ്ഞു.
വീട് നവീകരിക്കാനുള്ള നടപടികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരിൽ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ 10 ദിവസത്തിൽ കൈമാറുമെന്ന് ചാണ്ടി ഉമ്മൻ MLA അറിയിച്ചു. 10 ദിവസത്തിനുള്ളിൽ കൈമാറാനുള്ള പ്രോസസ്സാണ്. ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പം മഹിളാ കോൺഗ്രസ് അത് അവര് കണ്ടെത്തി തരുന്ന ഒരു കാര്യമാണ്. അതിനാണ് സമയം എടുക്കുന്നത്. അപ്പം എന്തായാലും 10 ദിവസത്തിനുള്ളിൽ അത് കൈമാറിയിരിക്കും. നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടണമെന്ന് ബിന്ദുവിന്റെ കുടുംബം 24-നോട് പറഞ്ഞു. അതിലേ ഉള്ളു ഞങ്ങൾക്ക് പ്രതീക്ഷ. അത് കിട്ടണം. അത് നിങ്ങളെ ഏത് ചാനലുകാരായാലും മന്ത്രിയായാലും ഏത് സർക്കാരായാലും അത് അവർക്ക് കൊടുക്കണം. അത്രയല്ല, വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾ പോവരുത്. അതേ ഉള്ളു ഞങ്ങൾക്ക് പറയാം. ബിന്ദുവിന്റെ മകളെ തിങ്കളാഴ്ച വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കും. 24 കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലും അപകടാവസ്ഥയിൽ. PG ഡോക്ടേഴ്സ് താമസിക്കുന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അടിയന്തര നടപടി വേണമെന്ന് ചാണ്ടി ഉമ്മൻ MLA ആവശ്യപ്പെട്ടു. ഡോക്ടറാകാൻ പഠിക്കുന്ന 200ഓളം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണിത്. കാലപ്പഴക്കത്തിൽ ഭൂരിഭാഗം റൂമുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന ഹോസ്റ്റലിൽ നിന്നാണ് വിദ്യാർത്ഥികളുടെ പഠനം. നമുക്കൊരു പുതിയ ഹോസ്റ്റൽ തന്നെയാണ് വേണ്ടത്. ഇത് അത്യാവശ്യം പഴക്കമുള്ള ഇതാണ്. ഇതിപ്പോൾ കാണുന്നത് പഴയ ബ്ലോക്കാണ്, അത് പുതിയ ബ്ലോക്കാണ്. പക്ഷേ ഇതിൽ ഒരുപാട് 100-200 പരം വിദ്യാർത്ഥികൾ താമസിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരു നല്ലൊരു കെട്ടിടം, നമുക്കൊരു സുരക്ഷിതമായി കിടക്കാൻ പറ്റുന്നൊരു കെട്ടിടം തന്നെയാണ് ഇപ്പം ആവശ്യമുള്ളത്. ഹോസ്റ്റൽ വിഷയത്തിൽ കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചിരുന്നു. അറ്റകുറ്റപ്പണി ആരംഭിച്ചെങ്കിലും ഒന്നും പൂർത്തിയായില്ല. എല്ലാ വർഷവും കംപ്ലൈന്റ് കൊടുക്കുന്നതാണ്. ലെറ്റർ എല്ലാം നമ്മൾ കൊടുക്കേണ്ടവിടെയെല്ലാം കൊടുക്കേണ്ടതാണ്. പക്ഷെ പ്രത്യേകിച്ച് നമുക്കൊരു ഉത്തരം എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ മാത്രം നടക്കുന്നതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പുതിയ ഹോസ്റ്റൽ എന്നുള്ള ഒരു ആവശ്യം ഇതുവരെ അംഗീകരിച്ചു തന്നിട്ടില്ല. ഇതിനിടെ ചാണ്ടി ഉമ്മൻ MLA ഹോസ്റ്റൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളെ സർക്കാർ ചെലവിൽ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? പുതിയൊരു ബിൽഡിംഗ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്ത് ചെയ്യും? ഇവരെ സർക്കാർ ഇതിന്റെ പേരിൽ പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സംബന്ധിക്കുന്ന പ്രശ്നമില്ല. സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. പലതവണ പരാതി പറഞ്ഞതാണ്. യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഇനിയൊരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കണോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിബിനൊപ്പം ടോബി ജോൺസൺ, 24. നിപ ബാധിച്ച് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തച്ചനാട്ടുകര സ്വദേശിനിയാണ് പ്രത്യേക ആംബുലൻസിൽ മാറ്റിയത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിപ വാർഡിൽ പ്രവേശിപ്പിക്കും. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ഇവരുടെ ആരോഗ്യനില കുറച്ച് വഷളാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, ഇവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ രീതിയിലുള്ള പുരോഗതി ഒന്നുമില്ല. വെന്റിലേറ്ററിൽ തന്നെയാണ് ഈ 39കാരി ഇപ്പോഴും ഉള്ളത്. ബന്ധുക്കളും അതുപോലെ തന്നെ മൗലാന ആശുപത്രി അധികൃതരും അങ്ങോട്ട് മാറ്റണം, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് അറിയിച്ചിരുന്നു. കൂടുതൽ ചികിത്സ ആ മേഖലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തണമെന്നാണ് അവരുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. അത് സർക്കാരിന് മുൻപിൽ 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവർ ഉന്നയിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അല്പസമയം മുൻപ്, ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുൻപാണ് ഇപ്പോൾ അവരെ പ്രത്യേക ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. നിപ വാർഡിൽ പ്രവേശിപ്പിക്കുമെന്നാണ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ആരോഗ്യനില അതീവ ഗുരുതരം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡോസ് ഇഞ്ചക്ഷൻ കൂടി നൽകേണ്ടതുണ്ടായിരുന്നു. അതിന്റെ സമയം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവസാനിച്ചതോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവരെ മാറ്റിയിരിക്കുന്നത്. ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് വിജയകുമാർ. ഇവിടെ സുരക്ഷയുടെ കാര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളടക്കം പ്രഖ്യാപിച്ച് മറ്റു തരത്തിൽ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത് 10 വയസ്സുകാരിയായ ഇവരുടെ ഒരു ബന്ധുവിനുകൂടി നേരിയ പനിയുണ്ട്. അവരുടെ സ്രവമടക്കം പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റ് പ്രശ്നങ്ങൾ, ഈ 99 പേരാണ് ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. അവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ രീതിയിൽ കുഴപ്പങ്ങളില്ല. ഈ 10 വയസ്സുകാരിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്, മഞ്ചേരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്. എറണാകുളം അയ്യമ്പുഴയിൽ 12 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചു. ജെനീറ്റയാണ് മരിച്ചത്. പനി കൂടിയതിനെ തുടർന്ന് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 2 ദിവസം മുൻപാണ് ജെനീറ്റയ്ക്ക് പനി ബാധിച്ചത്. സംസ്ഥാനത്ത് ആശങ്കയായി പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ. ഈ വർഷം പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേരും മരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഈ മാസം 2 പേർക്കാണ് പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടമായത്.
3 ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടും പേവിഷബാധയേറ്റ 7 വയസ്സുകാരി നിയ ഫൈസൽ മരിച്ചത് ഇക്കഴിഞ്ഞ മെയ് 6-നാണ്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച 3 കുട്ടികളാണ് അടുത്തിടെ സംസ്ഥാനത്ത് മരിച്ചത്. അവിടെ കൊണ്ടു ചെന്നപ്പം ഒരു കുഞ്ഞിനെയല്ലേ പട്ടി കടിച്ചത്. അപ്പം അതിൻ്റെ ആ ഒരു കെയറോ ഇല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സോ അവർ കണക്കിലെടുത്തില്ല. അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ഓരോ കാരണങ്ങൾ പറയായിരുന്നു. ആദ്യം OP ടിക്കറ്റ് എടുത്തോണ്ട് വാ, അവിടുന്ന് പിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ഡോക്ടർ റൂമിൽ ആ മുറിവ് നോക്കുവോ ക്ലീൻ ചെയ്യോ ഒന്നും അവർ ചെയ്തില്ല. അവിടുന്ന് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുന്നത് പോലും. തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്നതിനിടെയാണ് ആശങ്കപ്പെടുത്തുന്ന ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. 5 മാസത്തിനിടെ പേവിഷബാധ സ്ഥിരീകരിച്ച 19 പേരും മരിച്ചു. ജൂലൈ 2-ന് പേവിഷബാധയേറ്റ 2 പേരും മരിച്ചെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ആഴത്തിലുള്ള മുറിവുകളാണ് പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ ആഴത്തിലേക്കുള്ള മുറിവ് ഞരമ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നെർവ് എൻട്രി ഉണ്ടായി കഴിഞ്ഞാൽ ആന്റിബോഡി ഫലിക്കില്ല എന്നുള്ളത് ഡോക്യുമെന്റഡ് ആണ്. വളരെ ആഴത്തിലുള്ള മുറിവാണ്. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ നെർവിലേക്ക് ഡയറക്റ്റ് എൻട്രി വന്നു കഴിഞ്ഞാൽ പിന്നെ ആന്റിബോഡി ഫലിക്കില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ്. മരണങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കാൻ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. വാക്സിന്റെ ഗുണനിലവാരവും വാക്സിൻ പ്രോട്ടോകോളും ഉറപ്പുവരുത്താനാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 മാസത്തിനിടെ സംസ്ഥാനത്ത് തെരുവുനായ ആക്രമിച്ചത് 1.25 ലക്ഷത്തോളം പേരെയാണ്. നായപ്പേടിയിൽ പൊതുജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മരണങ്ങൾ ഉണ്ടാകുന്നതിൽ കൃത്യമായ പഠനം വേണമെന്നതാണ് ഉയരുന്ന ആവശ്യം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. മഹാരാഷ്ട്രയിൽ പുതിയ സഖ്യത്തിന്റെ സൂചന നൽകി ഉദ്ധവ് താക്കറെയും രാജു താക്കറെയും ഒരേ വേദിയിലെത്തി. 2 പതിറ്റാണ്ട് നീണ്ട പിണക്കം മാറ്റിയാണ് ഇരുവരും വേദി പങ്കിടുന്നത്. മറാഠി ഭാഷയ്ക്കും സംസ്കാരത്തിനുമായി ഒന്നിച്ചു നീങ്ങുമെന്ന് ഇരുവരും പ്രഖ്യാപിച്ചു. വർളിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി താക്കറേമാർ കൈകൊടുത്തു. രാഷ്ട്രീയ സഖ്യമോ ലയനമോ പ്രഖ്യാപിച്ചില്ലെങ്കിലും നീണ്ട 20 വർഷത്തെ പിണക്കം അവസാനിപ്പിച്ചു. സ്കൂളുകളിൽ ഹിന്ദി ഭാഷ നിർബന്ധമാക്കാനുള്ള സർക്കാർ തീരുമാനത്തെ എതിർത്ത് തോൽപ്പിച്ചതിന്റെ ആഘോഷമായിരുന്നു പരിപാടി. നേരത്തെ സമരമായിരുന്നു ഈ ദിനം നിശ്ചയിച്ചിരുന്നതെങ്കിലും സർക്കാർ ഉത്തരവ് റദ്ദാക്കിയതോടെ പ്രതിഷേധ പരിപാടി ആഘോഷ പരിപാടിയാക്കി മാറ്റുകയായിരുന്നു. ബാൽ താക്കറെ ശ്രമിച്ചിട്ടും ഒന്നിക്കാതിരുന്ന ഉദ്ധവിനെയും തന്നെയും ദേവേന്ദ്ര ഫട്നാവിസ് ഒരുമിപ്പിച്ചെന്ന് രാജ് താക്കറെ. ഈ യോജിപ്പ് ഇനിയും മുന്നോട്ട് പോകുമെന്ന് ഉദ്ധവ് കൂടി പറഞ്ഞതോടെ ലക്ഷ്യം വ്യക്തം. 2005-ൽ മകൻ ഉദ്ധവിനെ പിൻഗാമിയാക്കാനുള്ള ബാൽ താക്കറയുടെ നീക്കത്തിൽ പിണങ്ങിയാണ് മരുമകൻ രാജ് താക്കറെ ശിവസേന വിട്ട് MNS രൂപീകരിച്ചത്. എന്നാൽ സമീപകാലത്ത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് രാജ്. ഉദ്ധവാവട്ടെ പാർട്ടി പിളർന്നതോടെ ക്ഷീണത്തിലുമാണ്. 2 പതിറ്റാണ്ട് കാലത്തെ പിണക്കം മാറ്റിവെച്ച ഉദ്ധവും രാജ് താക്കറെയും ഒന്നിക്കുന്നതിന്റെ കൃത്യമായ സൂചനകളാണ് മുംബൈയിലെ ഈ പരിപാടി. സമീപകാലത്ത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന വൻ നീക്കങ്ങളിലൊന്ന്. വർളിയിലെ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇന്ത്യ സംശയം ഉന്നയിക്കുന്ന ഭീകരരെ കൈമാറുന്നതിൽ പാകിസ്ഥാൻ എതിർപ്പില്ലെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസർ എവിടെയെന്ന് പാകിസ്ഥാൻ അറിയില്ല. തെളിവുകൾ നൽകാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നും ആരോപണം. ലഷ്കർ ഇ തൊയ്ബ തലവൻ ഹാഫിസ് സെയ്ദിനെയും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെയും ഇന്ത്യക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ പ്രതികരണം. മസൂദ് അസർ എവിടെയെന്ന് പാകിസ്ഥാൻ അറിയില്ല. പാക് മണ്ണിൽ മസൂദ് അസർ ഉണ്ട് എന്നതിന്റെ തെളിവ് നൽകാൻ ഇന്ത്യ തയ്യാറെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ സന്തോഷം. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും ബിലാവൽ ഭൂട്ടോ ആരോപിച്ചു. മസൂദ് അസർ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും മുൻ പാക് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ തലവൻ ഹാഫിസ് സെയ്ദ് സ്വതന്ത്രനല്ലെന്നും പാകിസ്ഥാൻ കസ്റ്റഡിയിലാണെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. 24, ഡൽഹി. കേരള തീരത്തിന് സമീപം തീപിടുത്തമുണ്ടായ വാൻഹായ് 503 കപ്പലിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്ത്. ഡെക്കിൽ പടർന്ന തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിയുണ്ടായി എന്നാണ് VDR-ലുള്ളത്. കപ്പലിലെ 280 കണ്ടെയ്നറുകളിൽ എന്താണ് എന്ന് കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതിനിടെ കപ്പലിലെ രാസവസ്തുക്കൾ പൊട്ടിത്തെറിക്കുമെന്ന് ഭയന്ന് ശ്രീലങ്ക കപ്പലിന് അഭയം നിഷേധിച്ചു. കപ്പലിൽ നിന്ന് ശേഖരിച്ച VDR പരിശോധനയിൽ ഡെക്കിൽ പടർന്ന തീ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിയുണ്ടായി എന്ന സന്ദേശമാണ് ഡീകോഡ് ചെയ്തത്. ചൈനീസ് പ്രാദേശിക ഭാഷയിലുള്ള സന്ദേശങ്ങൾ
ഉടൻ തർജ്ജമ ചെയ്യാനാകുമെന്നാണ് മർക്കന്റൈൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതീക്ഷ. കപ്പലിലെ 280 കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളതെന്ന് കമ്പനി വെളിപ്പെടുത്താത്തത് ദുരൂഹത കൂട്ടുന്നുണ്ട്. കണ്ടെയ്നറുകളിലുള്ളത് അമോണിയം നൈട്രേറ്റ് എന്ന സംശയത്തിൽ കപ്പലിന് ഹമ്പൻതോട്ട തുറമുഖത്ത് അടുക്കാനുള്ള അനുമതി ഇതുവരെ ശ്രീലങ്കയും നൽകിയിട്ടില്ല. ഇന്നലെ രാവിലെ മുതലാണ് കപ്പലിൽ വീണ്ടും തീപിടിച്ചത്. അതേസമയം എഞ്ചിൻ റൂമിലെ വെള്ളം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞത് നേട്ടമാണ്. 24 കൊച്ചി. രാഷ്ട്രീയ സംഘർഷത്തിനിടെ ബോംബാക്രമണത്തിൽ വലതുകാൽ നഷ്ടപ്പെട്ട കണ്ണൂർ ചെറുവാഞ്ചേരിയിലെ ഡോക്ടർ അസ്ന വിവാഹിതയായി. ആലക്കോട് സ്വദേശി നിഖിലാണ് വരൻ. അസ്നയുടെ ചെറുവാഞ്ചേരി പൂവത്തൂരിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. സംഘർഷഭരിതമായ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ മായാത്ത ഓർമ്മയാണ് അസ്ന. ജീവിതത്തിൽ അതിജീവനത്തിന്റെ പടവുകൾ ധീരമായി കയറിയ പെൺകുട്ടി. അസ്ന ഇന്ന് നിഖിലിന്റെ കൈപിടിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടന്നു. സന്തോഷ നിമിഷത്തിന് സാക്ഷിയാവാൻ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുൾപ്പെടെ നിരവധി പേരെത്തി. ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. ആ ഒരു കഴിഞ്ഞ കാലഘട്ടം നമുക്കെല്ലാം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് ബോംബേറ് കൊണ്ട് കാല് നഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഡോക്ടർ അസ്നക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, ജീവിത വിജയം നേടാൻ കഴിയട്ടെ, അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 2000 സെപ്റ്റംബർ 27-ന് തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഇരയാണ് അസ്ന. ഏറ്റുമുട്ടലിനിടെ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 6 വയസ്സുകാരി അസ്നയുടെ നേരെയാണ് ബോംബ് പതിച്ചത്. ഗുരുതര പരിക്കേറ്റ വലതുകാൽ ചികിത്സയ്ക്കിടെ മുറിച്ചുമാറ്റി. തോൽക്കാതെ ജീവിതത്തോട് പൊരുതിയ അസ്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2013-ൽ MBBS പൂർത്തിയാക്കി. നിലവിൽ വടകരയിലെ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. 24 കണ്ണൂർ. ജൂലൈ 5-ന് രാവിലെ ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി. പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം ജപ്പാനിലേക്കുള്ള നിരവധി വിമാനയാത്രകൾ റദ്ദാക്കിയിരുന്നു. തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാന് $3.9 ബില്യൺ നഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. ലോകം ആശ്വാസത്തിൽ. ഇന്ന് രാവിലെ 4:18-ന് ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി. തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയും വിനോദസഞ്ചാരികളുടെ വരവ് കുറയുകയും ചെയ്തിരുന്നു. പ്രവചനങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തത്സുഗി. 70-കാരിയായ റിയോ പുതിയ ബാബ വാങ്ക എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. താൻ കണ്ട സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ജാപ്പനീസ് മാങ്ക അഥവാ ഗ്രാഫിക് ഇല്ലുസ്ട്രേറ്റഡ് പുസ്തകങ്ങളിലൂടെയാണ് റിയോ പ്രശസ്തിയായത്. 1975-ൽ മാങ്ക കലാകാരിയായി അരങ്ങേറ്റം കുറിച്ച റിയോ തത്സുഗി 1980 മുതലാണ് പ്രവചനാത്മകമായ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. ഈ സ്വപ്നങ്ങൾ ഒരു ഡയറിയിൽ രേഖപ്പെടുത്തിയ അവർ 1999-ൽ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി ദി ഫ്യൂച്ചർ ഐ സോ എന്ന പേരിൽ ഒരു മാങ്ക പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആദ്യം ആരും പുസ്തകം ശ്രദ്ധിച്ചില്ലെങ്കിലും 2011-ലെ ജപ്പാനിലെ തോഹോക്കു ഭൂകമ്പവും സുനാമിയും കൃത്യമായി പ്രവചിച്ചതോടെ തത്സുഗി ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി. 2021-ൽ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് 2025 ജൂലൈ 5-ന് രാവിലെ 4:18-ന് ജപ്പാന്റെ തെക്കുഭാഗത്ത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ സമുദ്രത്തിനടിയിൽ വലിയൊരു ഭൂകമ്പമുണ്ടാകുമെന്നും അത് 2011-ലെ സുനാമിയേക്കാൾ ഭീതിതമായിരിക്കുമെന്നും തത്സുഗി പ്രവചിച്ചത്. പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം യാത്രക്കാർ പിന്മാറിയതിനാൽ പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടു. നേരത്തെ ഡയാന രാജകുമാരിയുടെയും റോക്ക് ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണങ്ങളും കോംബെ ഭൂകമ്പവും COVID-19 മഹാമാരിയും തത്സുഗി പ്രവചിച്ചുവെന്ന് അവകാശവാദങ്ങളുണ്ട്. റിസർച്ച് ഡെസ്ക് 24. സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പിനെ കണ്ടു. സിവിൽ സപ്ലൈസ് വകുപ്പ് ഓഫീസിലെ ഫയലുകൾ സൂക്ഷിക്കുന്ന റാക്കിനുള്ളിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ ജീവനക്കാരെത്തി പാമ്പിനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആവേശം എന്ന പേരിൽ ഫ്രഷേഴ്സ് ദിനം സംഘടിപ്പിച്ച് നൈപുണ്യ വികസന വിദ്യാഭ്യാസ സ്ഥാപനമായ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചടങ്ങിൽ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പുതിയ സംരംഭമായ കേരള റോബോട്ടിക് അക്കാദമിയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും നടന്നു.
എറണാകുളം SP യോഗം സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ DGPയും കൊച്ചി മെട്രോ റെയിൽ മാനേജിംഗ് ഡയറക്ടറുമായ ലോക്നാഥ് ബെഹ്റയാണ് ലോഗോ പ്രകാശനം ചെയ്തത്. കേരളത്തിലെ 30ഓളം സ്കൂളുകൾ കേരള റോബോട്ടിക് അക്കാദമിയുടെ ഭാഗമായി എന്ന് കേരള റോബോട്ടിക്സ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഒയുമായ മുഹമ്മദ് ഷാഫി പറഞ്ഞു. 1000ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് ഫഹദ് മുഖ്യാതിഥിയായിരുന്നു. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.